ഹായ് എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 7ാം ക്ലാസ്സിലെ സയൻസ് 4ാം പാഠം പ്രകാശം പതിക്കുമ്പോൾ എന്ന പാഠമാണ് പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവർ ക്ലാസ് കാണണം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സയൻസിൻ്റെ 1, 2, 3 എന്നീ പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. അത് കാണണം കേട്ടോ. അപ്പോൾ പാഠം 4 പ്രകാശം പതിക്കുമ്പോൾ. ഒരു മുത്തശ്ശി കട്ടിലിൽ കിടക്കുകയാണ്. പേരക്കുട്ടി താഴെ ഇരിക്കുന്നു. അപ്പോൾ എന്താ പറയുന്നത്? ഈ ജനലിലൂടെ വെയിൽ വല്ലാതെ അകത്തേക്ക് വരുന്നു. ആ കർട്ടൻ നീക്കിയിടൂ മോളെ. അപ്പോൾ മോള് ജനാല അടഞ്ഞാണല്ലോ കിടക്കുന്നത്, പിന്നെ എങ്ങനെയാണ് വെയിലുള്ളിലെത്തുന്നത്? അപ്പോൾ എങ്ങനെയായിരിക്കും ആ വെയിലുള്ളിലെത്തുന്നത്? സൂര്യപ്രകാശം മുറിക്കുള്ളിലേക്ക് വരുന്നത് തടയാൻ ചില്ലു ജനാലയിൽ കർട്ടൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചില്ലു ജനാലയിലൂടെ, അപ്പോൾ ചില്ലു വഴി പ്രകാശം ഉള്ളിലേക്ക് കടക്കുന്നു അല്ലേ? അടച്ചിട്ടാലും ചില്ലു വഴി പ്രകാശത്തിന് സഞ്ചരിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണല്ലോ പ്രകാശം ഉള്ളിലേക്ക് വന്നത്. ഈ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സുതാര്യ വസ്തു, അധാര്യ വസ്തു, അർദ്ധധാര്യ വസ്തു. സുതാര്യ വസ്തു എന്താണ്? പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. അതായത് പ്രകാശത്തെ കടത്തിവിടുന്നവയാണ് എന്ത്? ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ് അഥവാ സുതാര്യ വസ്തുക്കൾ. പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ. പ്രകാശത്തെ ഭാഗികമായിട്ട്, അതായത് പ്രകാശത്തെ മുഴുവനായിട്ടും കടത്തിവിടില്ല, കുറച്ച് പ്രകാശം കടത്തിവിടുന്നു. അതിനെ എന്ത് പറയുന്നു? അർദ്ധധാര്യ വസ്തുക്കൾ. അതുപോലെ തന്നെ പ്രകാശം കടത്തിവിടാത്ത, ഒട്ടും പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് എന്ത്? അധാര്യ വസ്തുക്കൾ. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് അധാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രകാശം നന്നായി കടത്തിവിടുന്നത് സുതാര്യം, പ്രകാശം ഭാഗികമായി കടത്തിവിടുന്നത് അർദ്ധധാര്യം, പ്രകാശം ഒട്ടും കടത്തിവിടാത്തത് അധാര്യ വസ്തുക്കൾ. അദൃശ്യനായ മനുഷ്യൻ, ദ ഇൻവിസിബിൾ മാൻ എന്നൊരു ബോക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് സാഹിത്യകാരനായ H.G. വെൽസിൻ്റെ പ്രശസ്തമായ ശാസ്ത്ര സാങ്കല്പിക നോവലാണ് ദ ഇൻവിസിബിൾ മാൻ. നോവലിലെ കഥാപാത്രമാണ് ശാസ്ത്രജ്ഞനായ ഗ്രിഫിൻ. താൻ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായി ഗ്രിഫിൻ്റെ ശരീരം സുതാര്യമായി മാറുന്നു. ഇങ്ങനെ അദൃശ്യനായി മാറിയ ഗ്രിഫിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത്. പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്താണ്? പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം. അതായത് പ്രകാശം ഒരു വസ്തുവിൽ തട്ടി അത് തിരിച്ചു വരുന്നതാണ് എന്ത്? പ്രകാശത്തിൻ്റെ പ്രതിപതനം. മിനുസമുള്ള വസ്തുക്കൾ പ്രകാശം ചുമരിലേക്ക് നന്നായി പ്രതിപതിപ്പിക്കുന്നു. അതുപോലെ പരുപരുത്ത പ്രതലമുള്ള വസ്തുക്കളിൽ പ്രകാശം പ്രതിപതിക്കുന്നത് കുറവായിരിക്കും. അപ്പം മിനുസമുള്ള വസ്തുക്കളിൽ പ്രകാശം ചുമരിലേക്ക് നന്നായി പതിപ്പിക്കുന്നു. അതുപോലെ തന്നെ പരുപരുത്ത പ്രതലമുള്ള വസ്തുക്കളിൽ പ്രകാശം പ്രതിപതിപ്പിക്കുന്നത് വളരെ കുറവുമാണ്. അടുത്ത ബോക്സ് നമുക്ക് തന്നിരിക്കുന്നത് ക്രമപ്രതിപതനവും വിസരിത പ്രതിപതനവും. മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നു. ഇതാണ് ക്രമപ്രതിപതനം. പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. അപ്പോൾ ദർപ്പണങ്ങളൊക്കെ എന്തിൻ്റെ ഉദാഹരണമാണ്? പ്രകാശത്തെ എന്താക്കുന്നു? റെഗുലർ റിഫ്ലക്ഷൻ നൽകുന്നു, അതായത് പ്രതിപതനം നൽകുന്നു. മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിതറിത്തെറിക്കുന്നു. ഇതാണ് വിസരിത പ്രതിപതനം. അപ്പോൾ മിനുസമുള്ള പ്രതലത്തിൽ പതിക്കുമ്പോൾ അത് ക്രമമായി പ്രതിപദിക്കുന്നു, അതിന് ക്രമപ്രതിപതനമെന്നും. പ്രകാശം ക്രമമായി പ്രതിപദിക്കുന്ന പ്രതലമാണ് ഏത്? ദർപ്പണങ്ങൾ. മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിതറിത്തെറിക്കും. ഇതാണ്. അപ്പം മിനുസം ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് പ്രകാശം പതിക്കുന്നു. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? അതിങ്ങനെ ചിതറി പല ഭാഗത്തേക്കും ആ പ്രകാശം പോകുന്നു. അപ്പോൾ അതിനെ എന്ത് പറയുന്നു? വിസരിത പ്രതിപതനം അല്ലേ? സ്കാറ്റർ ചെയ്തു പോവുക. തന്നിരിക്കുന്നത് നോക്കാം. ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയാണ് പതനരശ്മി. പതനരശ്മി, അപ്പം നോക്കിക്കേ, ആ ദർപ്പണത്തിലേക്ക് പതിക്കുന്ന പ്രകാശരശ്മികളാണ് പതനരശ്മി എന്ന് പറയുന്നത്. പതനരശ്മി എങ്ങോട്ടാണ് വന്നെത്തിയത്? സമതല ദർപ്പണത്തിലേക്ക് എത്തുന്നു. ഈ പതനരശ്മി ദർപ്പണത്തിൽ പതിക്കുന്ന ബിന്ദുവാണ് പതനബിന്ദു. അപ്പോൾ ആ പ്രകാശം വന്ന് ചേരുന്ന സ്ഥലമില്ലേ, അതിനാണ് പതനബിന്ദു എന്ന് പറയുന്നത്. പതനബിന്ദുവിൽ ദർപ്പണത്തിന് ലംബമായി വരയ്ക്കുന്ന രേഖയാണ് ലംബം.
അപ്പോൾ ആ പതന ബിന്ദുവിലേക്ക് ദർപ്പണത്തിന് ലംബമായി വരയ്ക്കുന്ന രേഖയെ ലംബം എന്ന് തന്നെ പറയുന്നു. പ്രകാശം പതന ബിന്ദുവിൽ തട്ടി തിരിച്ചു വരുന്നു. അപ്പോൾ പ്രകാശം പതന ബിന്ദുവിലേക്ക് തട്ടിയിട്ട് അത് അവിടുന്ന് തിരിച്ചു വരുന്നു. ആ തിരിച്ചു വരുന്ന രശ്മിയാണ് എന്ത് പറയുന്നത്? പ്രതിപതന രശ്മി. അപ്പോൾ പതനരശ്മി എന്താണെന്നും പ്രതിപതന രശ്മി എന്താണെന്നും മനസ്സിലായോ? പതനരശ്മി ഇവിടെ പതിക്കുന്നു, അത് തിരിച്ച് എന്ത് ചെയ്യുന്നു? പ്രകാശപാതന ബിന്ദുവിൽ തട്ടി തിരിച്ചു പോകുന്ന രശ്മിയാണ് പ്രതിപതന രശ്മി എന്ന് പറയുന്നത്. ഇവിടെ അവർക്ക് പതനകോണും പ്രതിപതന കോണും തന്നിട്ടുണ്ട്. പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതനകോണ്. അപ്പോൾ എന്താണ്? പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണ്. ഇവിടെ നോക്കിക്കേ പിക്ചറിൽ, ഇതാണ് നമ്മുടെ പതനരശ്മി അല്ലേ. പതനരശ്മിക്കും ഈ ലംബത്തിനും ഇടയിലുള്ള കോണ്, ഇതാണ് പതനകോൺ എന്ന് പറയുന്നത്. ഇനി പ്രതിപതന രശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപതന കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് കോണാണ്? ഈ പ്രതിപതന രശ്മിക്കും ഈ ലംബത്തിനും ഇടയ്ക്ക് വരുന്ന കോണാണ് പ്രതിപതന കോൺ എന്ന് പറയുന്നത്. വസ്തുക്കളെ കാണുന്നത് എങ്ങനെ? ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രകാശം വസ്തുക്കളിൽ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത്. എന്നാൽ പ്രകാശ സ്രോതസ്സുകളെ കാണുന്നത് അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഒരു വസ്തുവിനെ കാണുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രകാശം വസ്തുക്കളിൽ തട്ടും, അത് പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നു, അപ്പോൾ നമ്മൾ ആ വസ്തുവിനെ കാണും. എന്നാൽ പ്രകാശ സ്രോതസ്സുകളെ കാണുന്നത് അവയിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് നേരിട്ടെത്തുമ്പോഴുമാണ്. പാർശ്വിക വിപര്യം എന്താണ്? സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗവുമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായും കാണുന്നു. ഈ പ്രതിഭാസമാണ് പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോക്കുമ്പം ആ കാണുന്ന വസ്തുവിൻ്റെ വലതുഭാഗം നമുക്ക് അതിൻ്റെ പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗവുമായി കാണും. ഇതിനെയാണ് എന്ത് പറയുന്നത്? പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. അടുത്ത ബോക്സിൽ തന്നിരിക്കുന്നത് സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകളാണ്. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്നും ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. അപ്പോൾ പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും അല്ലേ. ദർപ്പണത്തിൽ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകളാണ് ചോദിക്കുന്നത്. അപ്പം സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമാണ്. സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും തുല്യമായിരിക്കും. സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും തുല്യവുമായിരിക്കും. ആവർത്തന പ്രതിപതനം എന്താണ്? ഒരു അഭിമുഖമായി നമ്മൾ 2 ദർപ്പണങ്ങളിൽ മെഴുകുതിരിയുടെ അനേകം പ്രതിബിംബങ്ങൾ കാണാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? അത് പ്രകാശത്തിൻ്റെ ആവർത്തിച്ചുള്ള പ്രതിപതനം മൂലമാണ്. ഇവിടെ നമുക്ക് പിക്ചർ തന്നിട്ടുണ്ട്. ഒരു മെഴുകുതിരി 2 ദർപ്പണങ്ങളിലിരിക്കുന്നു, ദർപ്പണങ്ങളുടെ ഇടയിലിരിക്കുന്നു. അപ്പോൾ ഇതിന് നമുക്ക് നിരവധി പ്രതിബിംബങ്ങൾ കാണാൻ സാധിക്കുന്നത്, പ്രതിപതനം കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ആവർത്തിച്ചുള്ള പ്രകാശത്തിൻ്റെ ആവർത്തിച്ചുള്ള പ്രതിപതനം മൂലമാണ്. അടുത്തത് നമുക്ക് കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും തന്നിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല കേട്ടോ പരീക്ഷയ്ക്ക്. ഇതൊന്നും നമുക്ക് അത്ര കാര്യമായിട്ട് ചോദിക്കില്ല. ഇത്രയൊക്കെയാണ് അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമല്ല ഇത്, പക്ഷേ എന്നാലും നമ്മൾ നോക്കിയിരിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുന്നത് കൊണ്ട് എവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ക്ലാസ് ഇഷ്ടമായൊരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. SCERT ലെസൺസാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. കാരണം SCERT ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് PSC എപ്പോഴും ചോദിക്കുന്നത്. ഓക്കെ, താങ്ക് യു.